നബി ഹളറത്തിൽ ഒരു ദിവസമിൽ ജിബിരീലും മീകാല് ഇസ്റാഫീൽ അസ്റായീലും വന്നിട്ടുടൻ ജിബിരീൽ താൻ പറയുന്നതായി എന്നും സ്വലാത്തൊരു 10 ഓതുന്നതായി. എല്ലാ ദിവസവും 10 പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, എന്നാൽ അവൻ കൈ ഞാൻ പിടിച്ച് നടക്കുമേ, അതിവേഗവും പാലം സിറാത്ത് കടത്തുമേ. നബിയോട് മീകായിലുടൻ പറയുന്നു, കുടിപ്പിക്കുമേ ഞാൻ അവന് ഹൗദിൽ നിന്ന്. നബിയെ, തങ്ങൾക്ക് നൽകിയ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കും. ആരെങ്കിലും അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാലും. ഈ സമയം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുകയാണ്. ഇത് കേട്ട് ഇസ്രാഫീൽ നബിയോടന്ന് പറയുന്നതായി ഞാനോ സുജൂദിൽ നിന്ന് ശിരസും ഉയർത്തുകയില്ല നബിയെ, അന്ന് പൊറുക്കപ്പെടാതവൻ ചെയ്തതെല്ലാം ഇന്ന്. അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാതെ ഞാൻ എൻ്റെ ശിരസ്സുയർത്തുകയില്ല നബിയെ, ഞാൻ സുജൂദിലായി വീഴുമെന്ന് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം പറയുമ്പോൾ, നബിമാരുടെ റൂഹെങ്ങിനാണ് അതുപോലെ പിടിയവനെയും ഞാനെന്ന് അസ്റായീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് വന്ന് പറയുകയാണ്, നബിയെ, നബിമാരുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ വളരെ നേർമ്മയിലാണ് ഞാൻ അവൻ്റെ റൂഹിനെ പിടിക്കുക. ആരെങ്കിലും ഹബീബായ നബി തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരു പെണ്ണ് വന്ന് പറയുകയാണ്, നബിയെ, എനിക്കൊരു മകളുണ്ടായിരുന്നു, ആ മകൾ മരിച്ചുപോയി. പക്ഷേ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ആ പെണ്ണിൻ്റെ എൻ്റെ പുന്നാരമോളെ കൈകാലുകളൊക്കെ ബന്ധിച്ചുകൊണ്ട് നരകത്തിൽ ചങ്ങലയിട്ട് ശിക്ഷിക്കുന്ന രംഗമാണ് ഹസൻ ബസ്രി തങ്ങളെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസൻ ബസ്രി തങ്ങൾ അവിടുന്ന് എന്തോ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ സ്ത്രീയെ തിരിച്ചയക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വന്നു പറഞ്ഞു, തങ്ങളെ, ഇന്നലെ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. മുമ്പ് കണ്ടതുപോലെയല്ല, സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. എൻ്റെ പുന്നാരമോൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ട കാഴ്ചയാണ്. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തങ്ങളെ ഇന്നലെ ഞാൻ കണ്ടത് എന്ന് മഹാനായ ഹസൻ ബസ്രി തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞ സമയം മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാണ്, ഇന്നലെ നിങ്ങളുടെ മോൾ മറപെട്ട് കിടക്കുന്ന ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോയ സമയം അവിടുന്ന് ഒരു സലാത്ത് ചൊല്ലി ആ പള്ളിക്കാട്ടിൽ മറപെട്ട് കിടക്കുന്ന ആളുകൾക്ക് ഹദിയ ചെയ്തു പോയി. അത് കാരണം ആ പള്ളിക്കാട്ടിൽ 360 ഖബറുകളാണ് ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം രക്ഷയായി എന്ന് മാത്രമല്ല, അങ്ങനെ രക്ഷയായ കൂട്ടത്തിൽ നിങ്ങളുടെ പുന്നാരമോളും പെട്ടുപോയി. ഒരൊറ്റ സലാത്തിനുള്ള ശ്രേഷ്ഠത ഇതാണെങ്കിൽ പെരിപ്പിച്ചതായിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കഷ്ടത വരികയില്ല.